വെൽക്കം ടു കോമഡി മാസ്റ്റർ. നമസ്കാരം. കോഴിക്കോട് നിന്ന് വരുന്നു. എന്താ ചെയ്യുന്നത്? ഞാൻ കുറച്ച് സ്റ്റാർ വോയിസ് ചെയ്യാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദം ഉണ്ടായി. ഓക്കെ, റെഡി, ഓൾ സെറ്റ്? ഓക്കെ, യെസ്, നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മുടെ ശ്രീനിവാസൻ സാറിന്റെ ശബ്ദമാണ്. ഓക്കെ. ആമന, എൻ്റെ മൊഞ്ച് കാണുമ്പോൾ എനക്കൊരു പഴയ പാട്ട് ഓർമ്മ വരികയാണ്. റമച്ചാനില ചന്ദ്രികയോ അറബി പങ്കോടി അയകയും പൊങ്കോടി ആരജ് ആരജ് ആരജ്. ആമന ബക്കമ്പ, എൻ്റെ കുടുങ്ങിയുള്ള നടത്തി നമ്മളൊന്ന് കാണട്ടെ. വന്നാഞ്ചട്ട് മുത്തം താ മോളെ. അടുത്ത ആരാണ്? അടുത്ത് നമ്മുടെ ലാലേട്ടൻ്റെ നരസിംഹം എന്ന സിനിമയില് അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്. ആരാ മോനെ ഇരപ്പാളിത്തരൊക്കെ കാണിച്ചത്, നീയാണോ എന്ന് തുടങ്ങുന്ന ഈ ഡയലോഗ് നമ്മുടെ പിണറായി സാറ് പറയാണ്. ഓക്കെ, സഖാവ്. ആരാ ഈ ഇരപ്പാളിത്തരൊക്കെ കാണിച്ചത്? അതിപ്പോ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും എനക്ക് പ്രശ്നമല്ല. പുതിയ സാധന സാമഗ്രികൾ വേണം അവിടെ എത്തിക്കാൻ. എവിടെ? ക്ലിഫ് ഹൗസിൽ. അല്ലെങ്കിൽ ഈന്ത് ചൂടൻ ഒരു വരവുണ്ടാവും, മനസ്സിലായോ? അതും ചൂടായിട്ട്. എന്നാൽ ശരി. ഇനി നമ്മുടെ NF വർഗീസ് സാറിൻ്റെ ശബ്ദമാണ്. അപ്പം മദ്യപിച്ച റോളുകൾ അദ്ദേഹം അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനുണ്ടാകുന്ന ഒരു വ്യത്യാസം. ഇത്രയും കാലം ചാക്കോച്ചിയുടെ മൂടി താക്കി നടത്തിട്ട് അവധി കിട്ടിയൊരു വിധിയെ കഷ്ടം. സന്നി പകുതി പറഞ്ഞു, ഇനി ബാക്കി നീയൊക്കെ പറയാൻ മതിയടാ പൊന്നു മോനെ. ഇതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. ചാക്കോച്ചിയുടെ ഉള്ളിലിപ്പ് മുഴുവൻ പല അറിയാം, പക്ഷെ അണ്ണാക്കിലിട്ട് ഇളക്കിയാൽ പോലും. നമ്മുടെ വിനയ് ഫോർട്ട് അഭിനയിച്ച പ്രേമം എന്ന ചിത്രത്തിലെ ജാഫ ഈസ് സിമ്പിൾ പവർഫുൾ എന്ന് തുടങ്ങുന്ന ആ ഡയലോഗ് നമ്മുടെ പഴയകാല താരം ശ്രീ KP ഉമ്മർക്ക പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു? സിമ്പിൾ പവർഫുൾ. അഞ്ജലിക്ക് മനസ്സിലാകുന്നുണ്ടോ? വിലാസിനിക്കോ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. രണ്ടുപേരും ആരുമില്ലാത്ത സമയത്ത് സ്റ്റാഫ് റൂമിലേക്ക് വന്നാൽ ഞാൻ മനസ്സിലാക്കി തരാം. അവസാനമായി നമ്മുടെ ജനാർദ്ദൻ സാറിൻ്റെ വോയിസ്. എടാ പൊന്നപ്പ, ഈ നിൽക്കുന്ന ഗോപാലകൃഷ്ണ സാർ ആരാത്? നീ ഉർവശി തിയേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? എന്നാൽ അവിടുത്തെ പ്രധാന നടനോക്കുക ഈ ഗോപാലകൃഷ്ണ സാറ്. നല്ലായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു. ആനന്ദ് എത്ര ആളായി മിമിക്രി ഫീൽഡിൽ? ഒരു 10-22 വർഷമായി. എനിക്ക് തോന്നിയത് അത്യാവശ്യം ഒരുവിധപ്പെട്ട ശബ്ദങ്ങളെല്ലാം നമുക്ക് പൊരുത്തുണ്ടായിരുന്നു. നമുക്ക് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർഗീസേട്ടൻ്റെ ശബ്ദം ചെയ്തപ്പോൾ വർഗീസേട്ടൻ ചെയ്യുന്ന സാധാരണ ശബ്ദത്തിനേക്കാളും ഒരു കുടിയൻ്റെ അദ്ദേഹം കുടിയനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ടോണായിരുന്നു. നന്നായിരുന്നു, നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സാധാരണ ഒരു ഓഡിയൻസിനെ പിടിക്കുക എന്ന് പറയുന്നതാണ് ഒരു കലാകാരൻ്റെ ധർമ്മം. വളരെ വെരി ബെസ്റ്റ്. താങ്ക് യു ഗോപി ചേട്ടാ. ഞാനിപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോടെ ഇരിക്കും. ഞങ്ങൾ സാറിൻ്റെ ഈ റിയാലിറ്റി ഷോയിൽ ഇരിക്കുമ്പോൾ ചില ആക്ടേഴ്സ് വന്നിട്ട് പറയില്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പാട്ടിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ഞാനിപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ എങ്കിലും ഞാൻ അത്ഭുതത്തോടുകൂടി അഡ്മയർ ചെയ്യാണ്. എങ്ങനെയാണ് നമ്മളൊക്കെ സ്വന്തം ശബ്ദത്തിൽ പാടുന്നവരാണ്. അപ്പോൾ വേറൊരാളുടെ ശബ്ദത്തിൽ പാടുന്നതും അല്ലെങ്കിൽ വേറൊരാളുടെ ശബ്ദത്തിൽ അനുകരിച്ച് കേൾക്കുക എന്നൊക്കെ പറഞ്ഞത് വലിയൊരു ആർട്ടാണത്. അപ്പോൾ നമ്മൾ തൊണ്ടേനെ ഏതൊക്കെ ഷേപ്പിലൊക്കെ ആക്കിയിട്ടായിരിക്കും വേറൊരാളുടെ ശബ്ദത്തിലോട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഡയലോഗിൻ്റെ പ്രസൻറ്റേഷനും അതിനുള്ള ക്രാക്കുകൾ, എന്താ പറയുക, പിണറായി സാറിൻ്റെ അതിൽ ശരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലെ വെള്ളി ഞങ്ങൾ പാടുമ്പോൾ ഒരിക്കലും വീഴാൻ പാടില്ലാത്ത സാധനമാണ് വെള്ളി. അപ്പോൾ വെള്ളിയുടെ പെരുമഴയായിരുന്നു ഇതിൽ പറയുന്നത്. പക്ഷെ ആ നാച്ചുറലി ആർട്ടിസ്റ്റിൻ്റെ ശരിക്കും ആ ഒരു ഭാവം അടിപൊളിയായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു.
നന്നായിരുന്നു മോനെ. ഞാനോടത്ത് വളർന്നു വരുന്നൊരു കലാകാരനാണ്, പക്ഷെ 22 വർഷമായി എന്ന് കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടുകാരൻ, കോഴിക്കോട്ടുകാരൻ മോനെ കാണാതെ നമ്മളിങ്ങനെ സൗണ്ട് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് കറക്റ്റ് ആയി വരുന്നത് തോന്നിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു, സോ മച്ച്.